ഇന്ന ദിവസം 202. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഏശയ്യ അധ്യായം 23, 24, ഹബക്കൂക്ക് അധ്യായം 1, 2, സുഭാഷിതങ്ങൾ അധ്യായം 11, 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 23. ടയറിനും സീദോനുമെതിരെ. ടയറിനെ കുറിച്ചുള്ള അരുളപ്പാട്. താർഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശത്ത് നിന്ന് അവർ ഇതറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ പ്രവർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷീഹോറിലെ ധാന്യങ്ങൾ, നൈൽ തടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം. നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക, എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ, താർഷീഷിലേക്ക് കടന്ന് വിലപിക്കുവേൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളമുറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ, ഭൂമിയിലെങ്ങും ആദരണീയരായ വാർത്താപ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ മഹാന്മാരെ അപമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർഷീഷിൻ്റെ പുത്രി, നൈൽ നദീതടത്തിലെന്ന പോലെ നീ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളി ചെയ്തു, മർദ്ദിതനായ സീദോൻ കന്യകേ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോകുക. അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസീറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർഷീഷിലെ കപ്പലുകളെ, വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിൻ്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്മൃതമായ സ്വൈരിണി, വീണമേട്ടി നഗരത്തിന് പ്രതിഷ്ഠം വയ്ക്കുക. മധുരസംഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചക്കുകളും സർവ്വദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 24. ഭൂമിയുടെ മേൽ വിധി. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണനും അധർമ്മനും ഒന്നുപോലെ സംഭവിക്കും. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റെതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. ലോകമാകെ വാടിക്കൊഴിയുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. വീഞ്ഞ് വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു. സന്തുഷ്ടചിത്തർ നെടുവേർപ്പെടുന്നു. തപ്പുകളുടെ നാദം നിലച്ചു. ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു. വീണാനാദമില്ലാതായി. ഗാനാലാപനത്തോടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരുന്നു. കലാപത്തിൻ്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാവാത്ത വിധം
എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു. വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളി ഉയരുന്നു. സന്തോഷം അസ്തമിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു. നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു. കവാടങ്ങൾ തല്ലിത്തകർന്നിരിക്കുന്നു. ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാല പെറുക്കുന്നത് പോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക. അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു. പടിഞ്ഞാറ് നിന്നവർ ആർത്തു വിളിച്ച് കർത്താവിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു. അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരപ്രദേശത്തും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ. നീതിമാനായ കർത്താവിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു, വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു. ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു. അത് ഛിന്ന ഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലയുന്നു. കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന കൃത്യം എത്ര ഭാരമേറിയതാണ്. അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും. അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. പ്രവാചകന്റെ ആവലാതി. ഹബക്കൂക്ക് പ്രവാചകന് ദർശനത്തിൽ ലഭിച്ച ദൈവത്തിൻ്റെ അരുളപ്പാട്. കർത്താവെ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും? എത്ര നാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങനെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുൻപിൽ. കലഹവും മത്സരവും തലയുയർത്തുന്നു. നിയമം നിർവീര്യമാക്കപ്പെടുന്നു, നീതി നിർവഹിക്കപ്പെടുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളയുന്നു, നീതി വികലമാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ മറുപടി. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ, ഞാൻ തിക്തവും വേഗമേറിയതുമായ കൽദായ ജനതയെ ഇളക്കിവിടുന്നു. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുണ്ട്. അവയ്ക്ക് ഇരതയിടുന്ന ചെന്നായേക്കാൾ ഭീകരതയുണ്ട്. അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു. അവരുടെ കുതിരപ്പടയാളികൾ വിദൂരത്തു നിന്ന് വരുന്നു. ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നടക്കുന്നു. അവർ അക്രമവുമായി വരുന്നു. അവർക്ക് മുൻപേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു. അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ്. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു. കോട്ടകളെ അവർ നിസ്സാരമായി തള്ളുന്നു. മൺതിട്ട് ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു. കാറ്റുപോലെ അവർ വീശിക്കടന്നു പോകുന്നു. സ്വന്തം ശക്തിയെ ദൈവമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. ആവലാതി. എൻ്റെ ദൈവമേ, അങ്ങ് അനാദി മുതലേ കർത്താവും പരിശുദ്ധനും അമർത്യനുമാണല്ലോ. കർത്താവെ, അങ്ങവരെ ന്യായവിധിക്കായി നിയോഗിച്ചിരിക്കുന്നു. അഭയശിലയായവനെ അങ്ങവരെ ശിക്ഷിക്കാനായി നീക്കിവച്ചിരിക്കുന്നു. അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ. അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അവിശ്വസ്തരായ മനുഷ്യരെ അങ്ങ് കടാക്ഷിക്കുന്നതും ദുഷ്ടൻ തന്നേക്കാൾ നീതിമാനായ മനുഷ്യനെ വിഴുങ്ങുന്നതും കണ്ടിട്ട് അങ്ങ് മൗനം ദീക്ഷിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് മനുഷ്യരെ കടലിലെ മത്സ്യങ്ങളെ പോലെ, നാഥനില്ലാത്ത ഇഴജന്തുക്കളെ പോലെ ആക്കുന്നത് എന്തുകൊണ്ട്? അവൻ അവരെയെല്ലാം ചൂണ്ടിയിട്ട് പിടിക്കുന്നു, വലയിൽ കുടുക്കി വലിച്ചെടുക്കുന്നു. തൻ്റെ കോരുവലയിൽ അവയെ ശേഖരിക്കുന്നു. അപ്പോൾ അവൻ സന്തോഷിച്ചുല്ലസിക്കുന്നു. തന്നിമിത്തം അവൻ തൻ്റെ വലയ്ക്ക് ബലികളും തൻ്റെ കോരുവലയ്ക്ക് ധൂപവും അർപ്പിക്കുന്നു. അവ മൂലമാണല്ലോ അവൻ സമൃദ്ധിയിൽ കഴിയുന്നതും സമ്പന്നമായ ആഹാരം കഴിക്കുന്നതും. ജനതകളെ നിരന്തരം നിർദ്ദയമായി വധിച്ചുകൊണ്ട് അവൻ വല കുടഞ്ഞ് ശൂന്യമാക്കിക്കൊണ്ടിരിക്കുമോ?
ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. മറുപടി. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്കുത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കാനാവാത്ത വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ദുഷ്കർമ്മികൾക്ക് ശാപം. വീഞ്ഞ് വഞ്ചന നിറഞ്ഞതാണ്. ഗർവിഷ്ഠൻ നിലനിൽക്കുകയില്ല. അവൻ്റെ അത്യാഗ്രഹം പാതാളം പോലെ വിസ്താരമുള്ളതാണ്. മൃത്യുവിനെ പോലെ അവന് ഒരിക്കലും മതിവരികയില്ല. ജനതകളെയെല്ലാം അവൻ തനിക്കായി ശേഖരിക്കുന്നു. ജനപദങ്ങളെ തൻ്റേതെന്ന പോലെ അവൻ പെറുക്കിക്കൂട്ടുന്നു. ഇവർ നിന്ദയോടും പരിഹാസത്തോടും കൂടെ അവനെതിരെ തിരിഞ്ഞു പറയും. സ്വന്തമല്ലാത്തവ കുന്നുകൂട്ടുന്നവന് എത്ര നാളത്തേക്കാണത്? പണയവസ്തുക്കൾ വാരിക്കൂട്ടുന്നവന് ഹാ കഷ്ടം. നിന്റെ കടക്കാർ പാഞ്ഞടുക്കുകയും നിന്നെ ഭയാധീനനാക്കുന്നവർ ഉണരുകയും ചെയ്യുകയില്ലേ? അപ്പോൾ നീ അവർക്ക് കൊള്ളവസ്തുവായി തീരും. നീ അനേക ജനതകളെ കൊള്ളയടിച്ചതിനാൽ നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിൻ്റെ നിവാസികളോടും നീ അക്രമം കാണിച്ചതിനാൽ ജനപദങ്ങളിൽ അവശേഷിക്കുന്നവർ നിന്നെ കൊള്ളയടിക്കുകയും ചെയ്യും. അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായ ധനം നേടുന്നവന് ഹാ കഷ്ടം. പല ജനതകളെയും നശിപ്പിച്ച് നീ നിന്റെ ഭവനത്തിന് അവമാനം വരുത്തി വെച്ചു. നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും. മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും. രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ഹാ കഷ്ടം. അഗ്നിക്കിരയാകാൻ വേണ്ടി മാത്രം ജനങ്ങൾ അധ്വാനിക്കുന്നതും വ്യർത്ഥതയ്ക്ക് വേണ്ടി ജനതകൾ ബന്ധപ്പെടുന്നതും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ. ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി നിറയും. അയൽക്കാരുടെ നഗ്നത കാണാൻ വേണ്ടി അവരെ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിപ്പിച്ച് ഉന്മത്തരാക്കുന്നവർക്ക് ഹാ കഷ്ടം. മഹത്വത്തിന് പകരം വെറുപ്പ് കൊണ്ട് നിനക്ക് ചെടിപ്പുണ്ടാകും. നീ കുടിക്കുക, മതോന്മത്തനാവുക. കർത്താവ് തൻ്റെ വലത്ത് കൈയിലെ പാനപാത്രം നിന്റെ നേരെ നീട്ടും. ലജ്ജ നിന്റെ മഹത്വത്തെ മറയ്ക്കും. ലെബനോനോട് നീ ചെയ്തത് അക്രമം നിന്നെ അടിപ്പെടുത്തും. നീ രക്തം ചൊരിയുകയും ഭൂമിയോടും നഗരങ്ങളോടും അതിലെ നിവാസികളോടും അക്രമം കാണിക്കുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങൾ വരുത്തുന്ന നാശം നിന്നെ ഭയവിഹുലനാക്കും. വിഗ്രഹം കൊണ്ട് എന്ത് പ്രയോജനം? ശില്പി തീർത്ത ലോഹബിംബവും വ്യാജോപദേഷ്ടവും അല്ലേ അത്? മൂകവിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശില്പി സ്വന്തം കരവിരുതിലാണ് ആശ്രയിക്കുന്നത്. തടിക്കഷ്ണത്തോട് ഉണരുക എന്നും മൂകമായ കല്ലിനോട് എഴുന്നേൽക്കുക എന്നും പറയുന്നവന് ഹാ കഷ്ടം. അതിന് വെളിപാട് നൽകുവാൻ കഴിയുമോ? സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ ജീവശ്വാസമില്ല. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 11, 1 മുതൽ 4 വരെ വാക്യങ്ങൾ. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു. ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴികാട്ടുന്നു. വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ക്രോധത്തിൻ്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല.